ഹായ് ഹലോ, എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീനിൽ കാണുന്നില്ലേ? യൂണിറ്റ് 2 അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് മെമ്മറി. ഇതില് 3 ടേംസിനെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഫസ്റ്റ് വൺ അറ്റൻഷൻ ആണ്, സെക്കൻഡ് പെർസെപ്ഷൻ ആണ്, 3 മെമ്മറി ആണ്. ഇത് നിങ്ങൾക്ക് ശരിക്കും പഠിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അറ്റൻറ്റീവ് ആകാം, അതുപോലെ ഒരാളെ എങ്ങനെ അറ്റൻറ്റീവായി നമുക്ക് നിർത്താം, എങ്ങനെ നമുക്കൊരു നോളജ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട അറിവുകളെ പെർസീവ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഇത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം, നമ്മുടെ മക്കളെ എങ്ങനെ അവർക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കാം, അവരുടെ മെമ്മറിക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കാം, അതിനൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു യൂണിറ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് വി ഡീൽ or we study the topic attention. Attention എന്ന് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരണേ? കൂൾ ആണ് ഓർമ്മ വരണേ. അസംബ്ലി ഓർമ്മ ഒന്നും വരുന്നുണ്ടോ? സ്കൂൾ എന്ന് പറഞ്ഞല്ലേ, ഞാൻ കൂൾ എന്ന് കേട്ടെ. അറ്റൻഷനും കൂൾ തമ്മിൽ എന്താ ബന്ധം ആലോചിക്കുന്നു. ഓക്കെ, അറ്റൻഷൻ ഈസ് എ ഫങ്ഷനിങ് ഓഫ് മൈൻഡ്സ്. ഇതൊരു മനസ്സിന്റെ പ്രവർത്തനമാണ് എന്നുള്ളതിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ല. സോ ഫങ്ഷനിങ് ഓഫ് മൈൻഡ് ആൻഡ് പ്രോസസ് ഓഫ് മൈൻഡ്. ഏത് അറ്റൻഷൻ ആണ്? ആ അസംബ്ലിയിൽ നിൽക്കുന്ന ആ ഒരു അറ്റൻഷൻ. ഓക്കെ, അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? അറ്റൻറ്റീവ് ആവുക എന്നുള്ളതാണ്. അറ്റൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന കുട്ടികളാണ് അവിടെ ഉണ്ടാവുക, അല്ലെ? ഈ സ്കൂളിൽ പറഞ്ഞപ്പോഴാണ് അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോ ടീച്ചേഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ പറയുന്നുണ്ടാവാം, നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ഡയലോഗ്സുകൾ ചിലത് നമ്മൾ തെറ്റായി പഠിച്ചിട്ടുണ്ടാവാം. ഞാൻ ചോദിക്കട്ടെ, ഒരാള് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ, ഇതുമായി ബന്ധമില്ല കേട്ടോ, ഈ ടോപ്പിക്കുമായി ബന്ധമില്ല, ഒരാൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ആ സമയത്ത് അവിടെ കുറച്ച് കമാൻഡ്സ് വിളിച്ചു പറയാറുണ്ട്, അല്ലെ? എന്നിട്ട് ഓടും. എന്തൊക്കെയാണ് ഇവിടെ പറയണത്? അത് നിങ്ങൾ കേട്ട് ഓർമ്മ ഉണ്ടോ? ആ ഡയലോഗുകൾ എന്തൊക്കെ നിർത്തിയായിട്ട് അറിയണ എത്ര പേരുണ്ട്? എന്തായിരുന്നു ആ ഡയലോഗ് ഓർമ്മ ഉണ്ടോ? അറിയോ? ഹോൾ യുവർ മാർക്ക് എന്ന് കേട്ടോലുണ്ടോ? അതിന്റെ ട്യൂൺ അറിയാം, വേർഡ് അറിയില്ല. ശരിക്കും അതെന്താന്ന് ഇവിടെ ആർക്ക് പറയാൻ കഴിയാ? ഓൺ യുവർ മാർക്ക്, അല്ലെ? നിങ്ങൾക്ക് അടയാളപ്പെടുത്തി അടുത്ത അവിടെ വന്ന് നിൽക്കുക. ദെൻ ഓൺ യുവർ മാർക്ക് സെറ്റ് ഗോ എന്നാണ്. ആദ്യം ഓൺ യുവർ മാർക്ക്, നിങ്ങൾക്ക് തന്ന ആ ഒരു മാർക്ക് നിൽക്കുക. സെറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അളകാതെ നിൽക്കണം. ദെൻ ഗോ എന്ന് പറഞ്ഞാൽ ഓടുക. അതിന് പകരം വിസിലോ അല്ലെങ്കിൽ വെടിയോ ഒക്കെ വരുന്നത്. അതേപോലെ സ്കൂളിൽ തന്ന പലതും നമ്മൾ അന്ന് ഇങ്ങനെ കേട്ടിട്ട് പറഞ്ഞിടുന്നല്ലാണ്ട് ശരിക്കും എന്താന്നുള്ളത് കിട്ടാത്ത കുറച്ച് ഈ അറ്റൻഷൻ പറഞ്ഞപ്പോ പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ സ്റ്റാൻഡ് അറ്റ് ഈസ്, അല്ലെ? ഈസി ആയി നിന്നോളൂ എന്നാണ്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മൈൻഡ്. വി ആർ awake and conscious when we attend. ഒരു സംഭവത്തിൽ നമ്മൾ അറ്റൻറ്റീവ് ആണെങ്കിൽ നമ്മൾ awake ആയിരിക്കും, നമ്മൾ ഉണർന്നു നിൽക്കുന്ന ആളുകളേക്കാളും ആൻഡ് കോൺഷ്യസ് ആയിരിക്കും. നമ്മുടെ ബോധ മനസ്സ് അവിടെ ഉണ്ടാകുന്നതാണ്. വില്യം ജെയിംസ് പറഞ്ഞു, ഫീൽഡ് ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺഷ്യസ്നെസ് ആർ നോട്ട് ഐഡന്റിക്കൽ. അറ്റൻഷനും കോൺഷ്യസ്നെസ്സും ഒന്നല്ല എന്നാ പറയണേ. എന്തൊക്കെ ഒന്നല്ല എന്ന് പറഞ്ഞേ? Attention and consciousness. Okay, only a few content in the field of our consciousness are selected and attended to. കോൺഷ്യസ്നെസ്സിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് കുറച്ച് മാത്രമേ നമ്മൾ അറ്റൻറ്റീവ് ആയിട്ട് കേട്ടിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. സോ അറ്റൻഷൻ എന്നുള്ളത് കോൺഷ്യസ്നേക്കാൾ കൂടുതൽ ഫോക്കസ്ഡ് ആയ, കൂടുതൽ സെലക്റ്റീവ് ആയ ഒന്നാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു വെച്ചത് 2 ടേമുകളാണ്, ഫിഗർ ആൻഡ് ഗ്രൗണ്ട്. ഫിഗർ ദാറ്റ് മീൻസ് ഫോക്കസ് ആൻഡ് ഗ്രൗണ്ട് മീൻ മാർജിൻ. ഒരു മാർജിനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പോലെ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ അങ്ങനെ 2 ടേംസ് പറഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അത് ഇൻട്രൊഡക്ഷൻ വായിച്ചാൽ കുറച്ച് ഇങ്ങനെ കൺഫ്യൂഷൻസും നമുക്ക് അത്ര ഒരു ക്യാച്ചി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളല്ല. അപ്പൊ അതിന് ഏറ്റവും മിനിമത്തിലെടുത്ത പോയിന്റുകളാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തത്. ദ ഡെഫിനിഷൻ ആണ്,
ഡെഫിനിഷൻ ഓഫ് അറ്റൻഷനിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് എ മെന്റൽ ആക്ടിവിറ്റി ഓഫ് ഫോക്കസിങ് ഓൺ സർട്ടൻ ആസ്പെക്ട് ഓഫ് വൺസ് കറന്റ് എക്സ്പീരിയൻസ് ആൻഡ് ഇഗ്നോറിങ് അതേഴ്സ്. ഒരു പർട്ടിക്കുലർ എക്സ്പീരിയൻസിലേക്ക്, കറന്റ് എക്സ്പീരിയൻസിലേക്ക് ഒരാള് ഫുള്ള് ഫോക്കസ് ചെയ്യുന്ന, മറ്റുള്ളതെല്ലാം മാറ്റിവെക്കുന്ന, ഇഗ്നോറിങ് അതേഴ്സ്, അതിന് ചുറ്റുപാടുമുള്ളതെല്ലാം മാറ്റിവെക്കുന്ന ഒന്നാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഒരു ചെറിയ കഥ പറയട്ടെ. ഞാൻ ഈ കഥ പറയുമ്പോഴേ അതൊരു പുതിയ കഥയാണെങ്കിലേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മെസ്സേജ് ഉൾക്കൊള്ളുക, ആർക്കും ഷെയർ ചെയ്യാം. മെസ്സേജ് ഒന്നും ഉൾക്കൊള്ളണ്ട, എങ്കിൽ വേറെ കാര്യം ചെയ്യണം. നിങ്ങൾ ഈ കഥല്ലേ ഒരു 5 ആളോട് പറയണം. അത് പറ്റുമോ? ഞാൻ അതും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഉൾക്കൊള്ളുക, ഷെയർ ചെയ്യാൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഷെയർ ചെയ്ത് പറഞ്ഞിട്ടല്ലേ, ഞാൻ കേട്ടില്ല. നിങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? എല്ലാ ക്ലാസ്സിലും ഈ കഥ ഓരോ പ്രാവശ്യം പറയണം. ഇങ്ങനെ കഥകൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലുള്ള ഗുണം എന്താ അറിയോ? മൈൻഡിൽ സെറ്റ് ആവും നമ്മുടെ. 1 മൈൻഡ് സെറ്റ് ആവും, 2 വേറെ കഥ രൂപാന്തരം പെടും. നല്ല കഥയായി പോയി. വേറെ കഥയായിട്ട് രൂപാന്തരപ്പെടും. ഓക്കെ, വേറെ എന്താ ഉള്ളത്? അവർ ഈ കഥ രണ്ടാമത് ഓർക്കുന്നുണ്ടോന്ന് മനസ്സിലാവും. ഓക്കെ, അതിന്റെ അപ്പുറത്ത് ഈ കഥയിലുള്ള മെസ്സേജ് ഇല്ലേ, അതിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവില്ലേ? അത് നമ്മുടെ ലൈഫിൽ വരുന്നതാണ്. ചുരുക്കി പറഞ്ഞാല് നമ്മള് പോസിറ്റീവായ സെന്റൻസസ് ഇങ്ങനെ വേറെ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ആ പോസിറ്റിവിറ്റി കടന്നു വരും. അതുകൊണ്ട് കഥകൾ, നല്ല നല്ല കഥകൾ എപ്പോഴും എല്ലാവരോടും പറയണം കേട്ടോ. എഗ്രി? ഓക്കെ, സോ ഇവിടെ കഥ നമ്മൾ പറയാൻ വന്നേ, അവസാനം കഥ പറയാൻ മറന്നു പോവാണ്. പണ്ടേ ഒരാളുടെ കീഴില് ഒരു വേട്ടക്കാരൻ, വേട്ടയാടലുണ്ടല്ലോ, ഹണ്ടിങ്, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുരുവിന്റെ കീഴില് കുറച്ച് ആളുകൾ പോയി. അങ്ങനെ ഗുരു അവരുടെ വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ, ഇത് നിങ്ങളുടെ ഈ ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. ഞാൻ അതിനെ ചുരുക്കി ഒരു കഥയായിട്ട് പറയാണ്. അപ്പം അവരവസാനം പാസ് ഔട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പൊ ഗുരു അവരെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഇങ്ങോട്ട് അവസാനമായി എനിക്കൊരു ടാസ്ക് തരികയാണ് എന്ന് പറഞ്ഞിട്ടും അവരുടെ കയ്യിലൊക്കെ ഓരോ തോക്ക് അല്ലെങ്കിൽ അമ്പ് കൊടുത്തു. എന്നിട്ട് അവ ദൂരെ ഒരു മരത്തില് ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു, അവിടെ നിങ്ങൾ ആ മരത്തിൽ എന്താണ് കാണുന്നത്, നിങ്ങൾ കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചു. ഈ കഥ കേട്ടണോ? ഇല്ല, കേട്ടില്ല. അപ്പൊ ഒരാൾ പറഞ്ഞു, അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൽ കുറെ ഇലകളുണ്ട്, അവിടെ എന്തുണ്ട്, ഒരു പക്ഷി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് മാറി നിൽക്കാൻ പറഞ്ഞു. അടുത്ത ഒരാളോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാന് ഒരു പക്ഷിയെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ ആൾ വിളിക്കാണ്. അവർ പറഞ്ഞത്, ഞാൻ കാണുന്നത് ആ പക്ഷിയുടെ കൃത്യമായി അതിന്റെ കഴുത്ത് ഭാഗമാണ്, അതുപോലെ തന്നെ അമ്പ് കൊള്ളേണ്ട ഭാഗമാണ്, അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നാ പറഞ്ഞു. അങ്ങനെ ആ ഗുരു എന്ത് ചെയ്യാണ്, ഈ 3ാമത് വിളിച്ച ആളെ അവൻ മാത്രം ആ ഒരു കോഴ്സിൽ പാസ്സായി. അങ്ങനെ എന്തൊക്കെയാണ് കഥ എങ്ങനെ പോട്ടെ. ഇതാണ് സ്റ്റോറി. ഇതിനുള്ള മെസ്സേജ് എന്താ ആക്ച്വലി? ഫോക്കസ്. എന്താ ഔട്ട് ഓഫ് ഫോക്കസോ? കോഴ്സ് നമുക്ക് എന്താ കിട്ടേണ്ടത്? ഓക്കെ, അപ്പൊ കാണേണ്ടത് മാത്രം കാണുക എന്നുള്ള മെസ്സേജ് വേണമെങ്കിൽ വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ എയിം ഓർ അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് അതിൽ പറയാം. ഓക്കെ, സോ ഇവിടെ ഇറ്റ് ഈസ് എ മെന്റൽ, നമുക്ക് എന്തിനാ കഥ പറഞ്ഞത്? കറന്റ് എക്സ്പീരിയൻസ് ആൻഡ് ഇഗ്നോറിങ് അതേഴ്സ്. ഫോക്കസിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന കഥയാണ് അല്ലെ. ദെൻ എ കൈൻഡ് ഓഫ് മെന്റൽ സെറ്റ് വിച്ച് predisposes the individual to concentrate upon one and screen out others. അഥവാ ഒരു വ്യക്തിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്ന ഒന്നാണ് അറ്റൻഷൻ എന്ന് പറഞ്ഞാലേ. സ്ക്രീൻ ഔട്ട് അതേഴ്സ്, ബാക്കിയുള്ളതൊന്നും എന്തുണ്ടാവില്ല, ആ വ്യക്തിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പർട്ടിക്കുലർ പോയിന്റിലേക്ക് മാത്രം അവർ ഫോക്കസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് മെന്റൽ, അവിടെ ഒരു എന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ആൻഡ് റിസപ്റ്റർ അഡ്ജസ്റ്റ്മെന്റിലാണ്. അപ്പൊ ഒരു പോയിന്റിൽ എന്തോ ഒരു മിസ്റ്റേക്ക്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. രാജു ഒന്നും അവിടെ കയറി വരില്ല. ഓക്കെ, സോറി ഫോർ ദാറ്റ്. ഞാനത് എഡിറ്റ് ചെയ്യാട്ടോ. എഡിറ്റ് ചെയ്യാന്ന് പറയാൻ മറന്നാൽ വീണ്ടും ഓർപ്പിച്ചാൽ മതി കേട്ടോ. സോ ഇവരിവിടെ ഒരു മെന്റൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു റിസീവിങ് ദ ക്ലിയർ കട്ട് പോയിന്റ്സ്, ആ ഒരു കൃത്യം പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അത് മാത്രം പെർസീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. മാക്ഡഗൽ പറഞ്ഞ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അറ്റൻഡിങ് as striving to cognize
കൊഗ്നൈസ് ചെയ്യുക or റെക്കഗ്നൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. കൃത്യമായി ഒന്നിനെ മാത്രം ടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് എ വൈറ്റൽ സ്കിൽ ഫോർ അക്വിസിഷൻ ഓഫ് സ്കിൽസ്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഓരോ സ്കില്ലുകൾ നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ, അക്വയർ ചെയ്യണമെങ്കിൽ അറ്റൻഷൻ നിർബന്ധമാണ്. ഓക്കെ, നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ജോലി പഠിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളൊരു ഡ്രൈവിങ്ങോ നമ്മൾ വേറെ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു പോയിന്റിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം. അതിനെയാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ആൻ എയ്ഡ് ടു റിമെമ്പറിങ് ആൻഡ് റീകോൾ. എന്തെങ്കിലും ഓർത്തിരിക്കാനും റീകോൾ ചെയ്യാനും നമുക്ക് പർട്ടിക്കുലർ മേഖലയിലേക്ക് അറ്റൻഷൻ വേണം എന്നാണ് പറയണത്. പിന്നെ ചോദ്യം, ഒരാൾക്ക് എത്ര വസ്തുവിലേക്ക് നമുക്ക് ശരിക്കും അറ്റൻറ്റീവ് ആകാൻ പറ്റും? പൂർണ്ണമായിട്ടാണെങ്കിൽ ഒന്നിലേക്ക് മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയും ഒരു ചാൻസ് ഉള്ളത് ആർക്കാണ് അറിയോ? രണ്ടെണ്ണത്തിലേക്കൊക്കെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു വർഗം ലേഡീസ് ആണ്. യെസ്, ഗുഡ്. സോ പുരുഷന്മാർക്ക് ഒന്നിലേക്ക് മാത്രം പറ്റുള്ളൂ എന്നാണ് പറയാം. സ്ത്രീകൾ പിന്നെയും ഒരു മൾട്ടി ഡയമെൻഷനാണ്, മൾട്ടി ടാസ്കിങ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടൈപ്സ് ഓഫ് അറ്റൻഷൻ ആണ്, 2 തരം അറ്റൻഷൻ ആണ്. വോളണ്ടറി ഓർ വൊളീഷണൽ അറ്റൻഷൻ ആൻഡ് ഇൻവോളണ്ടറി ഓർ നോൺ വൊളീഷണൽ അറ്റൻഷൻ. വോളണ്ടറി അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ ഫോഴ്സ് ചെയ്ത് ഇവിടെ മാത്രം ശ്രദ്ധിക്കാൻ പാടുള്ളൂ എന്ന രൂപത്തിലൊക്കെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നതാണ് വോളണ്ടറി അറ്റൻഷൻ. നമ്മൾ ഈ സൂചിക്കൊക്കെ നൂല് കൊടുക്കൂലേ? വേറെ ശ്രദ്ധിക്കാറില്ലല്ലോ ആ സമയത്ത്? ഇല്ല. ദെൻ ഇൻവോളണ്ടറി അറ്റൻഷൻ എന്ന് പറഞ്ഞാല് ഒരു ഫ്ലോയിൽ അങ്ങനെ പോവുകയാണ്, അതൊരു പാസീവായ അറ്റൻഷൻ ആണ്. നമ്മളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ വെച്ചാൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ക്ലാസ്സിനെ പോലെ തന്നെ, ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും, അപ്പുറത്ത് കുട്ടീനെ നോക്കുന്നുണ്ടാവും, ഇപ്പുറത്ത് ടി വി കാണുന്നുണ്ടാവും, പലതരത്തിലുണ്ടാവാം. അതിനുള്ളിൽ ഒരു അറ്റൻഷനെ അത് കിട്ടാൻ സാധ്യതയുള്ളൂ. സോ ഒരു ഇൻവോളണ്ടറി അറ്റൻഷൻ ആയിരിക്കാം. ഓക്കെ, ഇത് പറഞ്ഞപ്പോ കൊറേ പേര് ചിരിച്ചു, സാർ കാണാത്തോണ്ട. അതെ അല്ലെ, സത്യത്തിന്റെ മുഖം ശബകൃതമായിരിക്കും എന്ന് പറയാലോ അല്ലേ. നമ്മളങ്ങനെ ഒരു അറ്റൻഷൻ തന്നെ ഒരു മണിക്കൂറൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമായി പോകും. ഇൻവോളണ്ടറി അറ്റൻഷൻ എങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിന് പറയണമെങ്കിൽ യങ് പീപ്പിളിനെ അറ്റൻഷൻ കുറവായിരിക്കും. ഇത്രയും അവർക്ക് ക്ഷമ കുറവായിരിക്കും. അറ്റൻഷന് കൂടെ ഭയങ്കര പേഷ്യൻസ് വേണം അല്ലേ? യെസ്. സോ ഇവിടെ പിന്നെ 2 ടൈപ്പ് ഓഫ് അറ്റൻഷൻ വേറെ കൊടുത്തിട്ടാണ്. ഇംപ്ലിസിറ്റ് വൊളീഷണൽ ഓർ വോളണ്ടറി അറ്റൻഷൻ, ദെൻ ഹാബിച്വൽ അറ്റൻഷൻ. 2 ടേംസ് ആയിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. പ്രധാനമായി 2 കൈൻഡ്സ് ആണ്, 2 ടൈപ്സ് ആണ്, വോളണ്ടറിയും ഇൻവോളണ്ടറിയും. പിന്നെ അഡീഷണൽ ഉള്ള 2 ടൈപ്പാണ് ഇംപ്ലിസിറ്റ് വൊളീഷണൽ അറ്റൻഷൻ പറയുന്നത്. എഫേർട്ട് റിക്വയർഡ് ടു ഇനീഷ്യേറ്റ് ദെൻ ഗോസ് ഓൺ എഫേർട്ട്ലെസ്ലി. ചിലതില്ലേ നമ്മൾ ഇതിന്റെ തുടക്കത്തില് കൃത്യമായി ഭയങ്കര എഫേർട്ട് എടുത്ത് അറ്റൻഷൻ ചെയ്തിട്ട് തുടങ്ങും, പിന്നെ പതുക്കെ പതുക്കെ അതങ്ങനെ മൂവ് ചെയ്തോളും. അങ്ങനെ ഇതിനൊരു എക്സാമ്പിൾ പറയാൻ കഴിയുമോ? തുടക്കത്തിൽ ഭയങ്കര അറ്റൻറ്റീവ് ആകണം, പിന്നെ പതുക്കെ പതുക്കെ അങ്ങനെ മൂവ് ചെയ്തോളും. ഇഷ്ടമില്ലാത്ത സബ്ജക്ട് പഠിക്കാന്. എന്തോ ഇഷ്ടമില്ലാത്ത സബ്ജക്ട് പഠിക്കാന്. ഇഷ്ടമുള്ള സബ്ജക്ട് പഠിക്കുക. ഓക്കെ, ഒരു പ്രവർത്തനം, ഒരു ആക്ഷൻ. നമ്മൾ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്ന സമയത്തൊക്കെ നോട്ട്ബുക്ക്, സ്കൂൾ തുടങ്ങുന്ന സമയത്തൊക്കെ നോട്ട്ബുക്ക് ഭയങ്കര ലൈൻസ് ഒക്കെ പിന്നെ പതുക്കെ എങ്ങനെയാണ് പോകൂലേ? ഓക്കെ ഓക്കെ. ദെൻ ഹാബിച്വൽ അറ്റൻഷൻ പറഞ്ഞാല് ഹാബിച്വലി അറ്റൻഡിങ് ടു സംതിങ്. അത് അറ്റൻഷൻ അവിടെ ഉണ്ട്, നമ്മുടെ ഒരു ശീലാണ്. നമ്മളതിങ്ങനെ കോൺഷ്യസ് മൈൻഡ് ഉണ്ടാകണമെന്നില്ല, പക്ഷെ ഉണ്ട്. നിങ്ങളുണ്ടോ ഡ്രൈവേഴ്സിന്റെ ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളുകളല്ലേ ഇതില്? ഡ്രൈവിംഗ് അറിയുന്ന ആളുകളല്ലേ? ഒരാളെ മുന്നിച്ചാടി നമ്മൾ എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യും. പിന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിയോ ശരിക്കും നമ്മൾ ഒരാൾ മുന്നിലേക്ക് വരുന്നു, ഞാൻ കാർ എടുത്ത് വെക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അറ്റൻഷൻ അവിടെ വരും. അതിനാണ് ഹാബിച്വൽ അറ്റൻഷൻ, ഒരു ഹാബിറ്റ് ആണത്. ഓക്കെ, അപ്പോൾ വോളണ്ടറി ഇൻവോളണ്ടറി. പിന്നെ ഇംപ്ലിസിറ്റ് വെക്കേഷനിലാണ് തുടക്കത്തിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കും, പിന്നെ പതുക്കെ എങ്ങനെ അത് ഒഴിവാകുന്നല്ല കേട്ടോ, പിന്നെ അതങ്ങനെ സ്മൂത്തായി നടന്നോളും എന്നുള്ളതാണ് പറയണേ. ദ നാച്ചുർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അറ്റൻഷൻ. ഇതൊരു അത്ര ടാസ്ക് ഉള്ളതല്ല. കൃത്യം 9 മണിക്ക് നമ്മൾ ക്ലാസ് 10 രൂപയുടെ 9 മിനിറ്റ് ക്ലാസ് എടുക്കുള്ളൂ കേട്ടോ. അത്ര കഴിഞ്ഞാൽ നിർത്താം നമുക്ക്. സോ നാച്ചുർ ആണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് അറ്റൻഷന്റെ ഒരു സ്വഭാവം? അറ്റൻഷൻ ഈസ് സെലക്റ്റീവ് പ്രോസസ്. ഇതൊരു സെലക്റ്റീവ് പ്രോസസ് ആണ്.
അഥവാ എന്താണ് മൈൻഡിലേക്ക് കയറേണ്ടത് നമ്മൾ കൃത്യമായി സെലക്ട് ചെയ്ത് തീരുമാനിച്ച പ്രോസസ്സ് മാത്രമേ നടക്കുള്ളൂ. Isn't it? ശരിയല്ലേ? Yes, sir. അതെ. Yes, and it is the first step in the mental process of knowing called cognition. നമ്മുടെ ബുദ്ധി ഉണ്ടല്ലോ, ഈ ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ എന്തെങ്കിലും നോളജ് കയറണമെങ്കിലൊക്കെ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ അറ്റൻഷൻ ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. Then it is the 3 dimension ആണ്, അഫക്റ്റീവ്, കോഗ്നിറ്റീവ് ആൻഡ് കൊണേറ്റീവ്. നമ്മുടെ അഫക്റ്റീവ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന, കൊണേറ്റീവ് നമ്മുടെ ഫിസിക്കൽ ആൻഡ് ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന, കൊഗ്നിറ്റീവ് നമ്മുടെ മെന്റൽ ആക്ടിവിറ്റിനെ ബാധിക്കുന്ന ഒന്നാണ് അറ്റൻഷൻ. അപ്പൊ 3ഉം കൂടി വേണമെന്നാണ് പറയുന്നത്. ചില സമയത്ത് നമ്മൾ ഹൃദയം കൊടുക്കേണ്ടി വരും, ചില സമയത്ത് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും, ചില സമയത്ത് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും. ഇതൊക്കെ അറ്റൻഷന്റെ ഭാഗമാണ്. നമുക്കിതിൽ വരുന്നുണ്ട്. നമ്മള് അഫക്റ്റീവ്, കോഗ്നിറ്റീവ് ആൻഡ് കൊണക്റ്റീവ്, നമ്മള് ഫിസിക്കൽ മോട്ടോർ ആക്ടിവിറ്റീസ് ഒക്കെ വരില്ലേ? ആൻഡ് അറ്റൻഷൻ നീഡ്സ് മോട്ടോർ അഡ്ജസ്റ്റ്മെന്റ് ലൈക്ക് ടേണിംഗ് ഹെഡ്, ഐ ഫോക്കസ്, ലീനിങ് ഫോർവേഡ് എക്സെട്ര. അറ്റൻഷന്റെ ഭാഗമാണ് നമ്മൾ മോട്ടോർ ആക്ടിവിറ്റീസ്. ഓക്കെ, നമ്മൾ തല കുനിക്കലാണെങ്കിലും, ഐ കോണ്ടാക്ട് ഫോക്കസ് കീപ്പ് ചെയ്യലാണെങ്കിലും, ലീനിങ് ഫോർവേഡ് മുന്നിലേക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കാനുണ്ടല്ലേ. ഈ ചെറിയ കുട്ടികളുടെ അറ്റൻഷൻ ശ്രദ്ധിച്ചാൽ, ചെറിയ കുട്ടികളെ ഫോണോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ അറ്റൻഷൻ ശ്രദ്ധിച്ചാൽ നല്ലോണം അടുത്ത് പിടിച്ചിട്ടാ ഫോണാണ്, ഒന്ന് അടുത്ത് പിടിക്കും. വേറെന്താ പ്രത്യേകത? അതിലോട്ട് മാത്രമേ ഒന്നും അവർക്ക് കേൾക്കൂല. യെസ്, വേറെ ഒരു സംഭവം കേൾക്കൂല, വിളിച്ചാലും കേൾക്കൂല. അവരങ്ങ് എടുത്തു കൊണ്ടിട്ട് വേറെ ഭാഗത്ത് വെച്ചാൽ പോലും കേൾക്കൂല. ശ്രദ്ധിച്ചാൽ അറിയില്ല. അതിനെയാണ് എന്ത് വിളിക്കേണ്ടത്? അറ്റൻഷൻ. നമ്മുടെ ഒന്നും അറ്റൻഷൻ അല്ല. ഇപ്പൊ ഞാനിവിടെ ക്ലാസ് എടുക്കുകയാണെങ്കിലും പണ്ട് ഈ ഞങ്ങള് പിന്നെ മുസ്ലിങ്ങളുടെ നമസ്കാരത്തിന് ഭയങ്കര അറ്റൻഷൻ ആണെന്നാണ് പറയാ. ആ ടൈമിലാണ് എല്ലാം ഓർമ്മ വരിക. പണ്ടൊരു വല്യമ്മ ചാക്കര നടത്തിയ കഥ അറിയാം. ഈ കഥ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 9 മിനിറ്റ് കൂട്ടില്ല കേട്ടോ. ഞാൻ ടൈം ഇവിടെ പോസ്റ്റ് ചെയ്ത് വെക്കണ്ടേ. വല്യമ്മ പിന്നെ കച്ചവടം നടത്തുകയാണ് കേട്ടോ. അപ്പൊ ചാക്കരയിൽ കുറെ ആളുകൾ വരുന്നു പോണു, അവര് കുറെ കടം പറയണു. ചേട്ടാ ഒരു ചായം പൊറാട്ടിട്ടോ എന്ന് പറയും. ആ ഓക്കെ മോനെന്ന് പറയും. അങ്ങനെ ആളുകൾ വരുന്നു പോണു, കടം പറയണു, ആകെ തിരക്കാണ്. അപ്പൊ ഒരാൾ ചോദിച്ച്, അല്ല വല്യമ്മ എങ്ങനെ നിങ്ങൾ അതൊക്കെ ഓർത്തിക്കുക? കാരണം കുറെ കടം പോകുന്നുണ്ടല്ലോ, നിങ്ങൾ എവിടെ എഴുതിക്കണില്ല, എങ്ങനെ ഓർത്തിക്കാന്ന് വെച്ച്. അപ്പൊ വല്യമ്മ എന്ത് പറഞ്ഞാൽ എനിക്ക് അതൊന്നും കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മതി എന്ന്. എന്താ പ്രശ്നം? അപ്പെല്ലാം ഓർമ്മ വരും. ഓർക്കരുത് എന്ന് കരുതിയാ പിന്നെ അതന്നെ ഓർമ്മ വരും അല്ലെ. നമ്മളെ മൈൻഡിന് അങ്ങനെ ഒരു പ്രത്യേകത, നമ്മൾ ഓർക്കരുത് എന്ന് കരുതിയാൽ മാത്രം ഓർമ്മ വരും. അങ്ങനെ ഉണ്ടോ? നമ്മളെ മൈൻഡിന് അങ്ങനെ ഉണ്ടോ? ഓക്കെ, ഞാനിപ്പോ ഇങ്ങോട്ട് പറയാണ്, ഒരു വെള്ള സ്വിഫ്റ്റ് കാർ ഒരിക്കലും ഓർക്കരുത്. പിന്നെ അത് ഓർക്കണ്ട, അതേ ഓർക്കൂ അല്ലെ. അതേപോലെ പരീക്ഷയ്ക്ക് കോപ്പി എടുക്കാൻ വേണ്ടി എഴുതിയാ ഭയങ്കര ഓർമ്മ വരാം, പിന്നെ കോപ്പി എടുക്കേണ്ട ആവശ്യം വരില്ല. നമ്മള് വർക്കാക്കലുണ്ട്, കൈവിന്റെ ഇടയിൽ വെറുതെ എഴുതു, എന്നിട്ട് പോണ വഴിക്ക് മയക്കും. അത് നല്ല വർക്കിംഗ് ആണത്. ഓക്കെ, അപ്പം ഇതിന്റെ 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞു, മോട്ടോർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു. ഇതില് അഫക്റ്റീവ് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട, കൊണേറ്റീവ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസും അങ്ങനെയുള്ള ബന്ധപ്പെട്ട്, ആൻഡ് കോഗ്നിറ്റീവ് മൈൻഡുമായി ബന്ധപ്പെട്ടൊക്കെ അതിൽ പ്രവർത്തിക്കും. ആൻഡ് അറ്റൻഷൻ ഈസ് നോട്ട് ഡിവിസിബിൾ, കാൻ ഡു 2 things at a time. നമുക്ക് അറ്റൻഷനെ എന്ത് പറ്റില്ല, മുറിക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ വേറെ ആക്കാൻ പറ്റില്ല എന്നാണ്. ഒരു സമയത്ത് ഒരു പ്രവർത്തനത്തിലേക്ക് മാത്രമേ നമുക്ക് അറ്റൻറ്റീവ് ആകാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പിന്നെ വേറെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്ന റൂട്ടിനെ സംബന്ധിച്ച് അവർ ക്ലാസ്സിൽ കേൾക്കുന്നുണ്ടാവോ? അവൻ കേൾക്കും, പക്ഷെ അറ്റൻഷൻ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ പക്ഷെ അറ്റൻഷന്റെ ഒരു നാച്ചർ ഇറ്റ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, മാറിക്കൊണ്ടിരിക്കും. കാരണം ഇതിൽ കൊടുത്ത സമയം നോക്കുകയാണെങ്കിൽ കനോട്ട് ബി അറ്റൻഡിങ് കണ്ടിന്യൂസ്ലി ഓൺ എനി ഒബ്ജക്ട് ഫോർ മോർ ദാൻ 10 seconds എന്നാ പറയണേ. ഒരു 10 സെക്കൻഡിന് അപ്പുറത്തേക്കൊന്നും ഒരേ ഒബ്ജക്റ്റിൽ നമുക്ക് അറ്റൻറ്റീവായി നിൽക്കാൻ കഴിയില്ല. ഈ 10 സെക്കൻഡിന് വേറെ പ്രത്യേകത ഉണ്ട്, അതറിയോ? ഒരു സ്ത്രീനെ ഒരു പുരുഷന് പെർമിഷൻ ഇല്ലാതെ നോക്കാവുന്ന പരമാവധി സമയം എത്രയാ? 14 സെക്കൻഡ് അല്ലേ?
14 സെക്കൻഡ് ആണല്ലേ, സോറി. അത് നല്ലോണം അറിയല്ലേ. അറിയാം, വാർത്തയില് കുറച്ചൊരു ഇഷ്യൂ ആയിരുന്നല്ലോ അത്. അപ്പൊ ആരെങ്കിലും നോക്കുമ്പോ എന്താ എണ്ണല്? 5, 6, 7 കാണിച്ചു തരാ. 8, 10, 12 അങ്ങനെ നോക്കലാ, എണ്ണലാ? അല്ല സർ. അല്ല, 25 സെക്കൻഡ് അങ്ങോട്ട് നോക്കും. ഓ, അപ്പൊ ശരിക്കും പൂവാലൻ എന്നുള്ളതിന് പൂവാലി എന്ന് കൂടി പറയേണ്ടി വരും. അതിനൊന്നും ഒരു പ്രായം തടസ്സമില്ല അല്ലെ? ഇല്ല സർ, മാനുഷികല്ലേ അതൊക്കെ. യെസ്, തീർച്ചയായിട്ടും. സോ അറ്റൻഷൻ ഷിഫ്റ്റ് ഫ്രം വൺ ഒബ്ജക്ട് ടു അനദർ. നമ്മുടെ അറ്റൻഷൻ എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അല്ലെ. നമ്മളിപ്പോ കുറച്ചു നേരം സ്ക്രീനിലാണെങ്കിൽ കുറച്ച് സമയം ബുക്കിൽ, പിന്നെ അവിടെ, പിന്നെ ഇവിടെ, അറ്റൻഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, സോ അതിനൊരു സ്വഭാവമാണ് അറ്റൻഷൻ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതൊരു അറ്റൻഷന്റെ സ്വഭാവമാണ് കേട്ടോ. ദെൻ സ്പാൻ ഓഫ് അറ്റൻഷൻ ഈസ് ലിമിറ്റഡ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബിറ്റ്വീൻ 6 to 8 minutes എന്നൊക്കെ അതിൽ അങ്ങനെയും പറയുന്നുണ്ട്. ഒരു കോൺസെപ്റ്റിലേക്കുള്ളതാണ്. ചിലപ്പോൾ ചില തിയറികളിൽ 20 minutes എന്ന് പറയാറുണ്ട്, ചിലതിൽ 40 minutes എന്ന് പറയലുണ്ട്. അത് ഒരു കോൺഷ്യസ്നെസിന്റെ ആണ്. അറ്റൻഷൻ എന്ന് പറയാൻ കഴിയില്ല. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് 20 minutes ഒന്നും ഒരിക്കലും കഴിയില്ല കേട്ടോ. Then internal factors like one's mental set, need, interest, mood, psychological condition, ഇതൊക്കെ എന്ത് ചെയ്യും? അറ്റൻഷനെ ബാധിക്കും. ഒരാൾക്ക് മെന്റൽ സെറ്റ് ഇല്ല, ഇപ്പൊ ഒരാളെ കാണാൻ ആഗ്രഹമില്ല, കാണാൻ തോന്നുന്നില്ല, അവിടെ അറ്റൻഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് പരീക്ഷ എഴുതണ്ട, ആ പരീക്ഷയ്ക്ക് ഓന് അറ്റൻഷൻ ഉണ്ടാവില്ല. ഒരാൾക്ക് കളി കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ആ കളിയിൽ ഓന് അറ്റൻഷൻ ഉണ്ടാവില്ല. ഒരാൾക്ക് ഒരു പത്രം വായിക്കാൻ മൂടില്ലെങ്കിൽ ആ പത്രത്തിൽ തുറന്നു വെച്ചിട്ട് കാര്യമില്ല, ഒന്നും നടക്കാൻ പോണില്ല. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് കൂടി വന്നാലേ ആക്ച്വലി അറ്റൻഷൻ നടക്കുള്ളൂ എന്നാണ്. ഇൻട്രസ്റ്റ് ആൻഡ് എഫേർട്ട് പ്ലേ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ അറ്റൻഡിങ് ആൻ ഒബ്ജക്ട്. അപ്പൊ നമ്മളില്ലേ ഈ കുട്ടികളുണ്ടല്ലോ, വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ ഒരു റൂമിൽ TV വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്ത് മദർ ഫോൺ കളിക്കണം, ഇപ്പുറത്തെ കുട്ടികൾ പഠിക്കടാ 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 എന്ന് പറയാണ്. ആ കുട്ടി പഠിക്കുവോ? ഇല്ല, പഠിക്കാൻ കഴിയില്ല. അവന്റെ അറ്റൻഷൻ എവിടേക്കാണ് ഉണ്ടാവുക? ആ TV-യിലോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഫോണിലോ ആയിരിക്കും അല്ലെ. ഇപ്പോഴത്തെ ഒരു വീഡിയോ കണ്ടാണ്, പാരന്റ്സ് മീറ്റിങ്ങില് ഉമ്മമാരെല്ലാവരും നിർബന്ധമായും വരണം എന്ന് പറഞ്ഞിട്ട്, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടോ എനിക്കറിയില്ല. എല്ലാ ഉമ്മമാരും നിർബന്ധമായും വരണം എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചിട്ട് അവിടെ ഒരു പ്രതിജ്ഞ, ഞാൻ 7 മുതൽ 10 വരെയുള്ള ഒരു സീരിയലും കാണൂല, ഞാൻ 7 മുതൽ 10 വരെ എന്റെ ഫോണുമ്മ തൊടൂല എന്ന് പറഞ്ഞിട്ട് അമ്മമാരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുക. കണ്ടിരുന്നു സർ, കുറച്ച് മുന്നേ ആണത് അല്ലേ? ഞാനിപ്പടുത്താ കണ്ടതേ. ശരിയാ, സാറ് ഫോൺ എപ്പോഴും നോക്കാത്തോണ്ടായിരിക്കും. അല്ലല്ലേ, നമ്മൾ കുറച്ച് ബാക്കിലാണ്, നിങ്ങൾ കുറച്ച് അഡ്വാൻസർ അല്ലേ. അത് കൊറേ മുന്നേ വന്നതാണ്. ഒരു മനസ്സ് സുഖല്ലേ? ഓ പിന്നെന്താ, നല്ല സുഖമുണ്ട്. അത്ര മതി. സോ ഇൻട്രസ്റ്റും എഫേർട്ടും എന്ത് വേണം? ഒരു അറ്റൻഷൻ നിർബന്ധമാണ്. അപ്പൊ കുട്ടികൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ, അവർക്ക് കളിക്കാനാണ് താല്പര്യം പ്രകടിപ്പിക്കണമെങ്കിൽ നമ്മൾ പിടിച്ചിരുത്തിട്ട് പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്നാ പറയണേ. ജസ്റ്റ് ഒന്ന് കളിക്കാൻ വിട്ട്, കണ്ടീഷനോട് കൂടി കളിക്കാൻ വിട്ട് തിരിച്ചു വരാൻ പറയാ. ഓക്കെ, നമ്മൾ ഈ ഒരു സ്ലൈഡും പാടെ പറഞ്ഞാൽ നിർത്തിട്ടോ. ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ദ പ്രോസസ് ഓഫ് അറ്റൻഷൻ. ഒരു അറ്റൻഷൻ കിട്ടാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് പറയണേ, റൈറ്റ്? ഒന്ന് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്, 2 സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. 2 തരം ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അറ്റൻഷൻ കിട്ടാൻ 2 തരം ഫാക്ടേഴ്സ്, ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദോസ് ഫാക്ടേഴ്സ് വിച്ച് റിസൈഡ് ഇൻ ദ ഒബ്ജക്ട് അറ്റൻഡഡ് ടു. നമ്മൾ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിലുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇതിനെ കൊടുത്തിട്ടുള്ള അതിന്റെ സൈസ്, ഇന്റൻസിറ്റി, കോൺട്രാസ്റ്റ്, നൊവൽറ്റി, മൂവ്മെന്റ്, ഇതൊക്കെയാണ് ഒരു ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല്. ദാറ്റ് മീൻസ് നമ്മളൊരു ബോർഡ്, ഒരു ഫ്ലെക്സ് കാണാണ്, അല്ലെങ്കിൽ ഒരു പരസ്യത്തിന്റെ ബോർഡ് കാണാണ്. അതിന് അറ്റൻഷൻ കിട്ടണമെങ്കിൽ അതിന് ചില ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ആ പരസ്യത്തിന്റെ ബോർഡ് ചെറുതായാല വലുതായാല നമ്മൾ കൂടുതൽ നോക്കാൻ സാധ്യത? വലുതാവണം, കളർഫുൾ ആണ്. അതിലൊരു നൊവൽറ്റി, ഒരു ന്യൂ സംതിങ് ഇതിൽ വേണ്ടേ? എല്ലായിടത്തും കണ്ട തന്നെ ആ ബോർഡിലെങ്കിൽ നമ്മൾ നോക്കൂല അല്ലേ? പിന്നല്ലേ ഇപ്പൊ ഒരു ഭാഗത്തിലെ ഒരു 10 ഫ്ലെക്സ് ബോർഡുകൾ ഒരേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കാൻ സാധ്യത കൂടുതലാണോ കുറവാണോ? ഒരേപോലെയുള്ള 10 കുറവാണ് സർ. അത് ഒരേപോലെ നമ്മൾ സാധാരണ അവിടെ ഇവിടെ ഓരോന്ന് കാണല്ലേ, പക്ഷെ ഒരേപോലെയുള്ള ഫ്ലക്സ് ഇങ്ങനെ കുറെ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാനുള്ള സാധ്യത കൂടുതൽ കുറവാണ്. നോക്കും, ശ്രദ്ധിക്കൂല, വായിക്കും കൂടുതലാണ്. നോക്കാനുള്ള സാധ്യത
വെറൈറ്റി ആയിട്ട് കാണുന്നതാണല്ലോ വെറൈറ്റി എന്തെങ്ങനെ ഒരുപാട് വെച്ച് നോക്കും നമ്മള്. ഒന്നും രണ്ടോ ഇത് കുറെ ഉണ്ടല്ലോ, എന്ത് സംഭവം അങ്ങനെ നോക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് പറഞ്ഞാല്. ഓക്കെ, ഇതിനൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയും. ദീസ് ഫാക്ടേഴ്സ് ഓപ്പറേറ്റ് ഓൺ ദ ഇൻഡിവിജ്വൽ ഫ്രം ഔട്ട് സൈഡ്. ഒരു എക്സ്റ്റേണൽ ആയ ഒരാളെ ബാധിക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ കാണാം. ദെൻ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്. സം ഫാക്ടേഴ്സ് ഓപ്പറേറ്റ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ. അഥവാ നമ്മൾ ഒരു വസ്തുവിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ഇൻട്രസ്റ്റ്, റെലവൻസ്, നീഡ്, മെന്റൽ സെറ്റ്, മൂഡ്, സൈക്കോളജിക്കൽ കണ്ടീഷൻ. ഇതൊക്കെ അതിന്റെ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്. അഥവാ ആരാണോ അറ്റൻഷൻ കൊടുക്കുന്നത് ആ വ്യക്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. ഏതിലേക്കാണോ അറ്റൻഷൻ പോകേണ്ടത് അതിനെ ബാധിക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. ഇവിടെ അല്ലെ ഒരു ക്ലാസ് റൂമിൽ ടീച്ചറും കുട്ടികളോട് സങ്കല്പിക്കാം. അവിടെ ആ ടീച്ചർ ആ ടീച്ചറിലേക്ക് കുട്ടികളുടെ അറ്റൻഷൻ പോകണം. വേണ്ടേ? നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മളെ കുട്ടികൾ ശ്രദ്ധിക്കണ്ടേ? നമ്മൾ പറയുന്നതിലേക്ക് കുട്ടികൾ ശ്രദ്ധിക്കണം, വേണ്ടേ? അപ്പൊ ആ കുട്ടികളുള്ള ഫാക്ടേഴ്സ് ആണ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് പറഞ്ഞാല്. ആ കുട്ടിക്ക് ആ ടീച്ചറോട് താല്പര്യം വേണം, ആ കുട്ടിക്ക് ഒരു നീഡ് വേണം, ആ കുട്ടിക്ക് കേൾക്കാനുള്ള മൂഡ് വേണം. ഇല്ലെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കുവോ? ഇല്ല. ഇനി അവിടെ ആ ടീച്ചർ പറഞ്ഞാല് ആക്ച്വലി എന്താണ്? സബ്ജക്റ്റീവ് ആണ്, ഒബ്ജക്റ്റീവ് ആണ്. കുട്ടികള് ടീച്ചർ ശ്രദ്ധിക്കണം. അപ്പൊ കുട്ടികൾ സബ്ജക്റ്റീവ് ആണ്. ടീച്ചർ എന്താ വെച്ചാൽ അവിടെ ശരിക്കും ഒബ്ജക്റ്റീവ് ആണ്. ടീച്ചർ എന്തെങ്കിലും ഒരു പുതുമ അവിടെ കാണിക്കണം. ടീച്ചർ അത്യാവശ്യം ഒരു നല്ല സൗണ്ടിൽ സംസാരിക്കണം. ടീച്ചർ അവർക്ക് കളർഫുൾ ആയത് കാണിക്കണം. അപ്പോഴാണ് ടീച്ചറിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ വരുള്ളൂ. മനസ്സിലായോ? വോയിസ് മോഡുലേഷൻ. അപ്പൊ കുട്ടികളും ടീച്ചറും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു ചാർട്ട്, ആ ചാർട്ട് കുട്ടികൾ കാണണമെങ്കിൽ അത് അത്യാവശ്യം വലിപ്പം വേണം, അത് എന്തൊരു വെറൈറ്റി വേണം, അതിന് പുതുമ വേണം, അത് കുറച്ച് സൈസ് ഉണ്ടാവണം. എങ്കിലാണ് കുട്ടികളെ അതിലേക്ക് ശ്രദ്ധിക്കുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ രണ്ട് തരം ഫാക്ടേഴ്സ് ആണ്, ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ്. ഓക്കെ, ഇനി ഇതിൽ ആ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വീണ്ടും പറയുന്നുണ്ട്. അത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റൻഷൻ, പെർസെപ്ഷൻ, മെമ്മറി ആണ്. അറ്റൻഷൻ എന്നുള്ള പോയിന്റാണ് നമ്മൾ കൂടുതൽ പറഞ്ഞത്. അതിന്റെ മീനിങ് ആണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഡെഫിനിഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ട് ടൈപ്സ് ഓഫ് അറ്റൻഷൻ പറഞ്ഞു. താഴെ വേറെ രണ്ട് ടൈപ്പും പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്യാരക്ടർ ഓർ നാച്ചുർ ഓഫ് അറ്റൻഷൻ ആണ് പറഞ്ഞത്. അതിൽ 9 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നാച്ചുറൽസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട് തരം ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ദ പ്രോസസ് ഓഫ് അറ്റൻഷൻ ആണ്, ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിലായിരിക്കും പറയാം. ഇത്ര നേരം ക്ലാസ് അറ്റൻറ്റീവായി കേട്ട് നിന്ന ആണോ? അറ്റൻറ്റീവ് ആണോ? വളണ്ടറി ആണോ? ക്ലാസ് എങ്ങനെ കേട്ടെ? വളണ്ടറി ഓർ ഇൻവളണ്ടറി? ഓക്കെ, എങ്ങനെയാണെങ്കിലും അത് കേട്ടുന്ന എല്ലാവർക്കും ഈ ഒരു ക്ലാസ് പ്രതികരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചു. നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.